ഹലോ, എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ പരിസര പഠനമാണ്. എൻ്റെ എല്ലാ കൂട്ടുകാരും സ്കൂളിലൊക്കെ പോയി തുടങ്ങിയോ? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ? പുതിയ ബാഗൊക്കെ വാങ്ങിച്ചോ എല്ലാവരും? എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് 3ാം ക്ലാസ്സിലെ പരിസര പഠനത്തിൽ പഠിക്കാനുള്ളത് നോക്കിയാലോ? ആദ്യം തന്നെ ഒരു പാട്ടാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ പാട്ട് ഏതാ നോക്കിയാലോ? അപ്പോൾ നിങ്ങളെ പോലെ തന്നെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം കൂടെ കൂടിയിട്ട് ഒരു കളി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് കളി നോക്കാം അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഹരിതഭൂമി എന്നാണ് കേട്ടോ. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? ഹരിതഭൂമി എന്നാണ്. അപ്പോൾ ചാപ്റ്റർ എന്താ നോക്കിയാലോ? തൊട്ടുവാ പൈങ്കിളിയേ. ചാപ്റ്റർ എന്താ പറയുന്നത്? തൊട്ടുവാ പൈങ്കിളിയേ. അപ്പം നോക്കിയാലോ? തെയ്യക്കൻ 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 താരാ മാമരം തൊട്ടുവാ പൈങ്കിളിയേ. കിളി തൊട്ട മരമേത് മരമാതിൻ പേരെന്ത് വലുതെന്നോ ചെറുതെന്നോ പറയാമോ. തെയ്യക്കൻ 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 താരാ പൂവൊന്നു തൊട്ടുവാ പൈങ്കിളിയേ. കിളി തൊട്ട പൂവേത് പൂവിൻ്റെ പേരെന്ത് പൂവാനിൻ നിറമെന്ത് പറയാമോ. തെയ്യക്കൻ 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 താരാ ഇലയൊന്നു തൊട്ടുവാ പൈങ്കിളിയേ. കിളി തൊട്ട ഇലയേത് ഇലയതിൻ പേരെന്ത് ഇല തന്നെ ആകൃതി പറയാമോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നേ നോക്കാം അല്ലേ? അപ്പോൾ കിളിയോട് ആദ്യം എന്ത് തൊടാനാ പറഞ്ഞേക്കുന്നത്? കിളിയോട് പറയാണ്, കിളി നീ പോയിട്ടൊരു മരം തൊട്ട് വാ. കിളി തൊട്ട മരം ഏത്? ഇനി കൂട്ടുകാർ നമ്മൾ ചോദിക്കുകയാണ്, എന്താണ്? നമ്മുടെ കിളി തൊട്ട മരം ഏതാണ്? കിളി തൊട്ട ഏതാ ചോദിച്ചേക്കുന്നത്? മരം എന്താണ്? മരത്തിൻ്റെ പേരെന്താണ്? വലുതെന്നോ ചെറുതെന്നോ പറയണം. എന്താ പറയേണ്ടത്? വലുതാണോ ചെറുതാണോ എന്ന് കൂടി പറയണം അല്ലേ? നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? തെയ്യക്കൻ 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 താരാ പൂവൊന്നു തൊട്ടുവാ പൈങ്കിളിയേ. നെക്സ്റ്റ് എന്താ തൊടാൻ പറഞ്ഞേക്കുന്നേ? പൂവാണല്ലേ? നെക്സ്റ്റ് എന്താ? പൂവാണ്. കിളി തൊട്ട പൂവേത്? കിളി തൊട്ട പൂവ് ഏതാണ്? പൂവിൻ്റെ പേരെന്ത്? പൂവതിൽ നിറമെന്ത് പറയാമോ അല്ലേ? തെയ്യക്കൻ 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 താരാ ഇലയൊന്നു തൊട്ടുവാ പൈങ്കിളിയേ. ഇനി എന്താ തൊടാൻ പറഞ്ഞേക്കുന്നേ? ഇലയാണല്ലേ? ഇനി ചോദിക്കുകയാണേ, കിളി തൊട്ട ഇലയേത്? ഇല തന്നിൽ പേരെന്ത് ഇല തന്നെ ആകൃതി പറയാമോ. അപ്പൊ എന്തൊക്കെ പറയണം? കിളി തൊട്ട ഇല ഏതാന്ന് പറയണം, ഇലയുടെ ആകൃതി ഏതാന്ന് പറയണം, പിന്നെ വേറെന്താ പറയേണ്ടത്? ഇല തന്നെ ആകൃതിയും പറയാമോ എന്നാ ചോദിച്ചേക്കുന്നത് അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കാം അല്ലേ? അടുത്ത് എന്താ പറയുന്നത് നോക്കിയാലോ? അടുത്ത് എന്താടാ? പാട്ട് പാടി കളിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ? ഈ കളി നമുക്കും കളിച്ചാലോ? കളിച്ചപ്പോൾ ഏതെല്ലാം സസ്യങ്ങളെ തൊടാൻ അവസരം ലഭിച്ചു? ഇതുപോലെ ഏതെല്ലാം സസ്യങ്ങൾ നിങ്ങൾക്കറിയാം? എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൂട്ടുകാർ കൂടി ഇങ്ങനെ ഒരു കളികൾ കളിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഏതൊക്കെ സസ്യങ്ങൾ തൊട്ടു എന്നുള്ളത് പേര് കണ്ടെത്തി നിങ്ങളുടെ സയൻസ് ഡയറിയിലേക്ക് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് പോയി എഴുതണം കേട്ടോ. നെക്സ്റ്റ് അടുത്തത് ഏതെല്ലാം ഭാഗങ്ങൾ? അടുത്ത് നമ്മൾ ഏതിലേക്കാണ് പോകുന്നത്? ഏതെല്ലാം ഭാഗങ്ങൾ? സൈറ ചെടിയുടെ ചിത്രം വരയ്ക്കുകയാണ്. സൈറ എന്തിന്റെ ചിത്രം വരയ്ക്കുകയാണ്? ചെടിയുടെ ചിത്രം വരയ്ക്കുകയാണ്. ചിത്രത്തിൽ ഇനിയും ഏതെല്ലാം ഭാഗങ്ങൾ വരച്ചു ചേർക്കാനുണ്ട്? ചിത്രം പൂർത്തിയാക്കി ഭാഗങ്ങൾ ഏതെന്ന് കൂട്ടി എഴുതുക. അപ്പൊ ഏതൊക്കെയാണെന്ന് നിങ്ങളോട് എഴുതാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ചിത്രം ഒന്ന് പൂർത്തിയാക്കിയാലോ? ഇവിടെ നമുക്കൊരു ഇല വരയ്ക്കാം അല്ലേ? ഇവിടെ മിസ് ഒരു ഇല വരച്ചേ. നെക്സ്റ്റ് ഇവിടെ ഒരു ഇല വരച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു പൂവ് ആയിക്കോട്ടെ. ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു പൂവ് വരച്ചേക്കാം. ഒരു പൂവ് മിസ് വരച്ചിട്ടുണ്ട് കേട്ടോ. മിസ് വലിയ കലാകാരിയൊന്നുമല്ല, ജസ്റ്റ് ഒരു പൂവും വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് നിങ്ങൾ പറഞ്ഞേ? വേരുണ്ട്, പിന്നെ ഏതാടാ? വേരുണ്ട്, ഇലയുണ്ട് അല്ലേ? വേരുണ്ട്, പിന്നെ ഏതാണ്? ഇലയുണ്ട്, പിന്നെ ഏതാ ഉള്ളത്? വേര്, ഇല, പിന്നെ തണ്ടുണ്ട് അല്ലേ? വേര്, ഇല, തണ്ട്, പിന്നെ ഏതാ ഉള്ളത്? വേര്, ഇല, തണ്ട് അല്ലേ? പിന്നെ നമ്മുടെ വക നമ്മൾ ആര് ചേർത്തിട്ടുണ്ട്? നമ്മുടെ പൂവിനെ നിങ്ങൾ മറന്നുപോയോ? പൂവിനെ നിങ്ങൾ ചേർക്കണം കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നമുക്ക് നോക്കാം കേട്ടോ. ഇനി എന്താ പറയാനുള്ളതെന്ന്? തരംതിരിക്കാം. അടുത്ത എന്താണ്? തരംതിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ?
എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ? അപ്പൊ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്? അപ്പൊ നിങ്ങൾ എൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഓടിപ്പോയിട്ട് വീടിന്റെ മുറ്റത്തുള്ള സസ്യങ്ങളൊക്കെ ഒരുപോലെയാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരണം കേട്ടോ. അപ്പൊ എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ? അല്ല അല്ലേ, വലിയ വലിയ സസ്യങ്ങളുണ്ട്, ചെറിയ ചെറിയ സസ്യങ്ങളുണ്ട്, ഉണ്ടല്ലോ. അപ്പൊ എന്തൊക്കെയാണ് ഇവരെ വ്യത്യസ്തരാക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എന്തൊക്കെയാണ് വ്യത്യസ്തരാക്കുന്നത്? പറഞ്ഞു നോക്കിക്കേടാ. ഒന്ന് വലിപ്പമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. പിന്നെന്താണ്? പലതരം ഇലകൾ ഉണ്ടാവും അല്ലെ. ഇലകൾ പലതരമാണ്. നെക്സ്റ്റ് അടുത്ത ഏതാടാ? ഇലകൾ പലതരം ഉണ്ടാവും. പിന്നെന്താണ്? വേര്. അടുത്ത ഏതാണ്? വേര് പറയാ അല്ലെ. വേര് പറയാം. ഇലകൾ പലതരം, വേര് പലതരം. പിന്നെന്താണ്? തണ്ട് അല്ലേ. ഏതാണ്? തണ്ട്. പിന്നെന്താടാ? നിറങ്ങളുള്ള ഇലകൾ ഉണ്ടാവും അല്ലേ. നിറങ്ങൾ പലതരം. പിന്നെന്താണ്? ഫലങ്ങൾ പലതരം അല്ലേ. ഫ്രൂട്ടൊക്കെ പലതരം അല്ലേ. അതെല്ലേ. പൂക്കൾ പലതരം. അങ്ങനെയൊക്കെ എന്തൊക്കെ നമുക്ക് പറയാം അല്ലേ. എൻ്റെ കൂട്ടുകാർക്ക് അറിയുന്നതാണല്ലോ അല്ലേ. നെക്സ്റ്റ് അടുത്തത് ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ ഏതെല്ലാം സസ്യങ്ങൾ നിങ്ങൾ കാണുന്നത്? ഇവയുടെ തണ്ടുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അപ്പൊ ഏതൊക്കെ ചിത്രത്തിൽ നിങ്ങൾ ആരൊക്കെ കാണുന്നത്? നെല്ലുണ്ട് അല്ലേ, ചെമ്പരത്തി, ചീര, ആല്, പിന്നെന്താണ്? തൊട്ടാവാടി, മാവ്, റോസ് അല്ലേ. അങ്ങനെ ഒരുപാട് സസ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ. തണ്ടുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? തണ്ടുകളുടെ സവിശേഷത എന്താണ്? എല്ലാവരുടെയും തണ്ടുകൾ ഒരുപോലെയാണോ? അല്ല അല്ലേ. വലിയ തണ്ടുണ്ട്, ചെറിയ തണ്ടുണ്ട്, കാഠിന്യമുള്ള തണ്ടുണ്ട്, കാഠിന്യം കുറഞ്ഞ തണ്ടുകളുണ്ട് അല്ലേ. വലിപ്പത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണുള്ളത്? എല്ലാവരും ഒരേ വലിപ്പമാണോ? അല്ല, ചെറുതുണ്ട്, വലുതുണ്ട് അല്ലേ. ഇവ എത്ര കാലം നിലനിൽക്കുന്നു? എല്ലാവരും കുറെ കാലമൊക്കെ നിലനിൽക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. കുറച്ച് മാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്, വർഷങ്ങളായിക്കോട്ടെ, ഒരുപാട് വർഷങ്ങൾ നിലനിൽക്കുന്നതുമുണ്ട് അല്ലേ. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ പട്ടികയിൽ ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം സസ്യം കൊടുത്തിട്ടുണ്ട്. സസ്യം ഏതാണ്? ചീര. ചീരയുടെ തണ്ട് എന്താണ്? മൃദുവാണ് അല്ലെ. വലിപ്പം എന്ന് പറയുന്നത് ചെറുതാണ്, മാസങ്ങളോളം നിലനിൽക്കുന്നു. അടുത്തത് ചെമ്പരത്തിയാണ് അല്ലെ. ചെമ്പരത്തി എന്താണ്? കാഠിന്യമുള്ളതാണ്, ഇടത്തരം വലിപ്പമാണ് അല്ലെ. നിലനിൽക്കുന്ന കാര്യം വർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അടുത്തത് മാവാണ്. മാവ് എന്താണ്? വളരെ കാഠിന്യമുള്ള തണ്ടാണ്, വലിപ്പം എന്ന് പറയുന്നത് എന്താണ്? വലുതാണ്, നിലനിൽക്കുന്ന കാലം വളരെ അധികം വർഷങ്ങൾ നിലനിൽക്കുന്നു. അടുത്ത നമുക്ക് ആരെ എഴുതാടാ? തെങ്ങ് എഴുതാം അല്ലെ. തെങ്ങ് മിസ് എഴുതിയിട്ടുണ്ട്. തെങ്ങ്. അതിന്റെ തണ്ട് എങ്ങനെയാ നിങ്ങൾ പറഞ്ഞേ? വളരെ കാഠിന്യമുള്ള തണ്ടാണ് അല്ലെ. ഇനി വലുപ്പം എന്ന് പറയുന്നത് എന്താണ്? വലുതാണ് അല്ലെ. ഇനി വർഷങ്ങളോളം നിലനിൽക്കോ? ഉണ്ടല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് ആരെ എഴുതാ? ആല് എഴുതാട്ടോ. ആല് പറഞ്ഞേടാ. തണ്ട് എന്ന് പറയുന്നത് എന്താണ്? വളരെ കാഠിന്യമുള്ളതാണ്, വർഷങ്ങൾ വലിപ്പം വലുതാണ് അല്ലെ, വർഷങ്ങളോളം നിലനിൽക്കുന്നു. അടുത്ത നമുക്ക് ആരെ എഴുതുന്നേ? നമ്മുടെ റോസ് ആയിക്കോട്ടെ. റോസ് എന്താണ്? തണ്ട് കാഠിന്യമുള്ളതാണ്. നെക്സ്റ്റ് അടുത്ത് എന്താടാ? വലിപ്പം എന്ന് പറയുന്നത് ഇടത്തരം വലിപ്പമുള്ളതുണ്ട് അല്ലെ. നിലനിൽക്കുന്ന കാലം മാസങ്ങളോളം അല്ലെ, മാസവും വർഷവും. എന്നാലും നമുക്ക് ചിലതൊക്കെ മഴയൊക്കെ വരുമ്പോൾ നശിച്ചു പോകും അല്ലേ. അപ്പൊ നമുക്ക് മാസങ്ങൾ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് പോയാലോ. അടുത്തെന്താണ്? പട്ടികയിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതാനാണെന്ന് പറയുന്നത് കേട്ടോ. പട്ടികയിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കിയാലോ. ചീരയും മാവും ചെമ്പരത്തിയും പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. അപ്പൊ നമ്മുടെ ചീരയും മാവും ചെമ്പരത്തിയും എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചാലോ. എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഒഷാദികൾ എന്നാണ് വിളിക്കുന്നത്. എന്നെയും എൻ്റെ കൂട്ടുകാരെ എന്താ വിളിക്കുന്നത്? ഒഷാദികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. ഞങ്ങളുടെ എന്ത് എഴുതാനാ പറഞ്ഞേക്കുന്നത്? പ്രത്യേകതകൾ എഴുതാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. തണ്ട് മൃദുവാണ്. തണ്ട് എന്ന് പറയുന്നത് എന്താണ്? മൃദുവാണ്. ആഴത്തിൽ വേരോട്ടമില്ല. ആഴത്തിൽ എന്തില്ല എന്നാ പറഞ്ഞേക്കുന്നത്? വേരോട്ടമില്ല. ആഴത്തിൽ വേരോട്ടമുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ തണ്ട് മൃദുവാണ്, ആഴത്തിൽ എന്തില്ല? വേരോട്ടമില്ല. ഇനി സൈസ് എന്ന് പറയുന്നത് എന്താണ്? വലിപ്പം ചെറുതാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ചെറുത് എന്ന് എഴുതാം കേട്ടോ. എന്ത് എഴുതാം? ചെറുത്, ചെറുത് എന്ന് എഴുതാം കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. ചെറുതാണ് അല്ലേ. അടുത്തതിലേക്ക് പോവാവേ. അടുത്ത ആരാണ്? മാവിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. വളരെ ഉയരത്തിൽ വളരുന്ന ഞങ്ങളെ അറിയില്ലേ, ഞങ്ങളാണ് മരങ്ങൾ, ഞങ്ങളുടെ പ്രത്യേകതകൾ കൂടി എഴുതൂ. വളരെ കാഠിന്യമുള്ള തണ്ട്. തണ്ട് എന്താണ്? വളരെ കാഠിന്യമുണ്ട്. പിന്നെ വലുതാണല്ലേ. വലുത് എഴുതാം. പിന്നെ വേറെന്താ എഴുതാൻ പറ്റുന്നേ?
വലുത് എഴുതാം. വേറെ എന്താണ് എഴുതാൻ പറ്റുന്നേ? വലുത് എഴുതാം. പിന്നെന്താണ് നമ്മുടെ വലുതും എഴുതാം. വേരെന്താണ്? ആഴത്തിലുണ്ടാവും അല്ലേ? ആഴത്തിൽ വേരുണ്ടാവും കേട്ടോ. ആഴത്തിൽ വേരുണ്ടാവും. ആഴത്തിൽ വേരുണ്ടാവും കേട്ടോ. ആഴത്തിൽ വേര് ഉണ്ടാവും. ആഴത്തിൽ വേര് ഉണ്ടാവും. 2 പോയിന്റും ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കണേ. നെക്സ്റ്റ് അടുത്ത ആരാടാ? അടുത്തെന്താണ്? തണ്ടുകൾക്ക് കടുപ്പമുണ്ടെങ്കിലും ഞങ്ങൾ ചെറിയ ചെടികളാണ്. ഞങ്ങളെ കുറ്റിച്ചെടികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതുക. എന്താണ്? ഞങ്ങളുടെ പ്രത്യേകത എന്താണ്? കട്ടിയുള്ള തണ്ടാണ്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? കട്ടിയുള്ള തണ്ടാണ് അല്ലേ? നെക്സ്റ്റ് അടുത്ത് വേറെന്താ എഴുതാവുന്നത്? കട്ടിയുള്ള തണ്ടാണ്. പിന്നെന്താണ്? ആഴത്തിൽ റൂട്ട് ഉണ്ട് കേട്ടോ. വേര് ആഴത്തിൽ, അത്യാവശ്യം ആഴത്തിൽ എന്തുണ്ട്? വേരുണ്ട്. ആഴത്തിൽ വേരുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങളിത് ഒന്ന് എഴുതി ചേർത്താൽ മതിയേ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ? ചീര, ചെമ്പരത്തി, മാവ് എന്നിവയുടെ കൂട്ടത്തിൽപ്പെട്ടവർ ആരെല്ലാം ആയിരിക്കും? പട്ടിക പൂർത്തിയാക്കൂ. അപ്പോൾ പറഞ്ഞേടാ, ചീരയുടെ കൂട്ടത്തിൽപ്പെട്ട ആരൊക്കെയാണ്? ഉഷാദികളിൽപ്പെട്ട ആരൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ചീരുണ്ട്. പിന്നെ ആരാ ഉള്ളത്? തുമ്പയുണ്ട് കേട്ടോ. തുമ്പ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തുമ്പുണ്ട്. നെക്സ്റ്റ് അടുത്ത് ആരാ ഉള്ളത്? ഗോതമ്പ്, നെല്ല്, ഇതൊക്കെ ഉഷാദികളിൽ പെടുന്നതാണ് കേട്ടോ. നെല്ല്, പിന്നെന്താടാ? ഗോതമ്പ്. ഓക്കെ, ഇതൊക്കെ എവിടെ പെടുന്നതാണ്? ഉഷാദികളിൽ പെടുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത കുറ്റിച്ചെടികളിൽ ആരൊക്കെയാണ്? ചെമ്പരത്തി ഉണ്ട്. പിന്നെന്താണ്? ആടലോടകം ഉണ്ട് കേട്ടോ. കേട്ടിട്ടുണ്ടോ? ആടലോടകം. ആടലോടകം, ചെമ്പരത്തി, ആടലോടകം. പിന്നെന്താണ്? ആനത്തകര കേട്ടിട്ടുണ്ടോ? ആനത്തകര. ആനത്തകര ഒരു ഔഷധ സസ്യമാണ് കേട്ടോ. കാട്ടുമത്തൻ. കാട്ടുമത്തൻ എന്ന് പറയുന്നൊരു ടൈപ്പ് ഓഫ് മത്തൻ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു കുറ്റിച്ചെടിയാണ്. കാട്ടുമത്തൻ. അടുത്തത് മരങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ മരങ്ങൾ ഏതൊക്കെയാണ്? മാവായിക്കോട്ടെ. വേറെന്താ എഴുതാൻ പറ്റിയേ? മാവ്, പ്ലാവ്, തെങ്ങ് അല്ലേ? ആല്. ഇഷ്ടം പോലെ എഴുതാം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ അറിയാലോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? കൂട്ടിച്ചേർക്കുക കേട്ടോ. നെക്സ്റ്റ് അടുത്ത് ഏതാ? കൂട്ടി വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഏതാണ്? കുറ്റിച്ചെടികൾ, ഔഷാദികൾ, മരങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യുക? കൂട്ടുകാർക്ക് ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ മരങ്ങൾ എന്ത് ചെയ്യുക? ആൽമരങ്ങൾ ആദ്യം നമുക്കൊന്ന് വരയ്ക്കാം. അടുത്ത ഏതാണ്? കുറ്റിച്ചെടികൾ. കുറ്റിച്ചെടികൾ നിങ്ങൾക്ക് അറിയാലോ. റോസ് ഒരു കുറ്റിച്ചെടിയാണ്. പിന്നെ ഏതാണ്? ഇതൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ഉഷാദികളാണ്. നെല്ലൊരു ഉഷാദിയാണ്. പിന്നെ ആരാടാ? നെല്ല്, പിന്നെ ചീര, ഇതും ഒരു ഉഷാദിയാണ് കേട്ടോ. അപ്പോൾ ഈ 3 ചെടികൾ എന്തിൽ പെടുന്നു? നമ്മുടെ ഉഷാദികളിലാണ് പെടുന്നത്. അപ്പോൾ ഈ 3 ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് വരയ്ക്കുക കേട്ടോ. ബാക്കി എന്ത് ചെയ്യുക? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും ഡിസ്കസ് ചെയ്യാം. അപ്പം എന്ത് ചെയ്യണം? എൻ്റെ കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും മിസ്സിനെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പം എന്തായാലും വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.